യെശയ്യാവിന്റെ പ്രവചനം 38:5. നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഹിസ്കിയാവ് രാജാവായിരുന്നപ്പോൾ യഹൂദ്യയിൽ പല സംഭവ വികാസങ്ങളും ഉണ്ടായി. രാജ്യഭാരമേറ്റയുടൻ തന്റെ പിതാവ് മലിനമാക്കി ഉപേക്ഷിച്ച ദൈവാലയത്തെ അറ്റകുറ്റം പണിത് ശുദ്ധീകരിച്ച് ആരാധന യഥാസ്ഥാനപ്പെടുത്തി. ദീർഘവർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഇസ്രായേല്യരുടെ ഏറ്റവും വലിയ ഉത്സവമായ പെസഹ ആചരിച്ചു. ഈ വിശ്വസ്ത പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അസീറിയൻ സൈന്യത്തിന്റെ ശക്തമായ ആക്രമണം നേരിട്ടത്. പരിപൂർണ പരാജയത്തിന്റെ വക്കിലെത്തി നിന്നപ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ച് ശത്രു സൈന്യത്തെ നശിപ്പിച്ച് ഒരു മഹാവിജയം നൽകി. ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ ഇത് കണ്ടമ്പരന്നു. രാജ്യമെമ്പാടും ജനം രാജാവിനെ ബഹുമാനിച്ചു. സർവശക്തനായ ദൈവം തന്നോട് കൂടെയുണ്ടെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞ് ഭയപ്പെട്ടു. രാജ്യത്തുടനീളം ഹിസ്കിയാവ് സഞ്ചരിച്ച് ദുരാചാരങ്ങളെയും തെറ്റായ ആചാരാനുഷ്ഠാനങ്ങളെയും നീക്കം ചെയ്തു. ജനത്തെ ന്യായപ്രമാണം പഠിപ്പിക്കുകയും അതിനായി ഉപദേഷ്ടാക്കളെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ രോഗിയായി കിടപ്പിലായ ഹിസ്കിയാവിന്റെ അടുക്കൽ യെശയ്യാവ് വന്ന്, ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിക്കാൻ പോകുന്നു എന്ന ദൈവത്തിന്റെ സന്ദേശം അറിയിച്ചു. കിടക്കയിൽ ചുവരിനു നേരെ മുഖം തിരിച്ച് ഏറ്റവും കരഞ്ഞ ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇവിടെ കാണുന്നത്. 15 വർഷം ആയുസ്സിനെ ദീർഘിപ്പിച്ചു. ഇതിനെല്ലാം കാരണം ഇവിടെ കാണുന്നത് ദാവീദിൻ നിമിത്തം എന്നാണ്. ഹിസ്കിയാവ് പ്രാർത്ഥിച്ച വേളകളിലെല്ലാം ദൈവം ഇത് ആവർത്തിക്കുന്നത് കാണാം. അതിന്റെ കാരണം 2 രാജാക്കന്മാർ 18:3 കാണുന്നത് ഹിസ്കിയാവ് തന്റെ പിതാവായ ദാവീദിന്റെ വഴിയിൽ നടന്നു എന്നാണ്. വാസ്തവത്തിൽ തന്റെ പിതാവ് ദൈവത്തെ മറന്നു പാപം ചെയ്ത ആഹാസാണ്. പക്ഷേ തന്റെ മുതുമുത്തച്ഛനായ ദാവീദിന്റെ ജീവിതശൈലി തെരഞ്ഞെടുത്തതിന്റെ ഫലമാണ് പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി നൽകിയത്. ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചവരെ മാതൃകയാക്കിയാൽ നമ്മുടെ പ്രാർത്ഥനകളും ദൈവം കേട്ടരുളും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.